ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്യൂസ് കുഞ്ഞിന്റെ ഒരു കാർഡാണ്. ആസ്റ്റൺ വില്ലക്ക് എതിരെയുള്ള പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. അത്രയും എന്താ പറയുക, കിടിലം പെർഫോമൻസ് ആയിരുന്നു ഓവറോള്. അത്യാവശ്യം സ്റ്റാറ്റസ് ഒക്കെ നല്ലതാണെന്ന് പറയാം. ലോഫ്റ്റഡ് പാസും ഫിനിഷിങ്ങും കേളിങ്ങും എല്ലാം ഉണ്ട്. ലിങ്ക് പ്ലേക്കും അതുപോലെ നമ്പർ 10 ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടൊക്കെ ഇടാം. ഡബിൾ POT കളിക്കുമ്പോഴാണ് സ്ട്രൈക്കർ വെച്ച് കളിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായി തോന്നി. കാരണം ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ഡബിൾ ടച്ച് എടുത്ത് നല്ല ഉള്ളിലോട്ട് നല്ല ത്രൂ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിടിലിനായിട്ട് കളിക്കാൻ പറ്റും. ആദ്യത്തെ ഈ ഒരു ഗോളിൽ തന്നെ അറിയാം ആളുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. കാരണം അത്രയും ഡ്രിബ്ലിങ്ങും ആളുടെ ഫിസിക്കാലിറ്റിയൊക്കെ ഉപയോഗിച്ച് ആളത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് മൂവ്മെന്റ്സ് എന്തായാലും കളിയിൽ ഉണ്ടാവും. കാരണം ആളുടെ ഫിസിക്കാലിറ്റിയൊക്കെ എടുത്ത് പറയേണ്ട തന്നെയാണ്. That really is quite fabulous. All his own doing. Oh, that's wonderful to see. The run was explosive. The finish exquisite. അത്യാവശ്യം ബോക്സിൽ തന്നെ ഉണ്ടാവും ബോൾ വരുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ കാർഡ് തന്നെയാണ്. ഒരു ലെഫ്റ്റ് മിഡാണ്, പക്ഷെ കുറച്ചും കൂടി അറ്റാക്കിങ് സൈഡിൽ കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആളുടെ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആളുടെ എന്താ ക്രോസിംഗ് ആണെങ്കിലും അത്യാവശ്യം പാസിംഗ് റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആളെ കൊണ്ട് ക്രോസ് ചെയ്യിക്കാനൊക്കെ പറ്റും. നല്ലൊരു എന്താ പറയുക, ഡബിൾ POT കളിച്ചാൽ മതി. ആ റുമിനിങ്ങിനെയും പുള്ളിനെയും കൂടിയിട്ടാണ് കളിച്ചത്. സെക്കൻഡ് സ്ട്രൈക്കർ പോലെ നല്ലോണം സപ്പോർട്ടും ചെയ്യും. അത്യാവശ്യം വേണ്ട രീതിയിൽ ഗോളും അടിക്കും. അപ്പൊ അത്രയും ഒരു നൈസായിട്ടുള്ള ഒരു കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. പാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. കാരണം അത്രയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഓടിക്കേറുകയും ചെയ്യും പോസ്റ്റിലേക്ക്. അത്യാവശ്യം ഹെഡൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പുള്ളിനായിട്ട് വൺ ടച്ചൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചും പാസ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പേരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2-3 മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനത്തെ ആ ഒരു കണക്ഷൻ തന്നെ 2-3 മൂവ്മെന്റ്സ് ഉണ്ട്. അത് കണ്ടാൽ അറിയാൻ പറ്റും. ആ ഒരു ഇതുപോലെ വൺ ടച്ച് ഇട്ടാണെങ്കിലും പെട്ടെന്ന് ബോക്സിലേക്ക് കയറി ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ഒരു പാസ് ആണെങ്കിലും ഒരാളുടെ ഇടയിൽ കൂടിയാണ് കൊടുത്തത്. അപ്പം അത്രയും അത്യാവശ്യം ലിങ്ക് പ്ലേക്കൊക്കെ പറ്റിയ എന്താ പറയാ, ഒരു മാന്യമായിട്ടുള്ള ഒരു കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. Now it's Matheus Cunha. ഇത് ആദ്യം അടിച്ച ആ ഗോൾ പോലെ തന്നെ അത്യാവശ്യം സിമിലാരിറ്റി ഉള്ള ഒരു ഗോളാണ്. കാരണം ആളുടെ ഒരു കർവാണ്. ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കൂടി പോയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് അകത്തേക്ക് ആ ഒരു കേള് കൊടുക്കണേന് അത്യാവശ്യം കിടിലം കേള് തന്നെയാണ്. ആ ഒരു 82-നേലും കൂടുതലുണ്ട് ആൾക്ക് കൊടുത്തേക്കണ, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ നമുക്കറിയാം ഓവറോൾ ആളുടെ കളിയിൽ അത്യാവശ്യം അങ്ങനത്തെ ഒരു കിടിലം ഗോളൊക്കെ ആൾ അടിക്കുന്നതാണ്. ആഴ്സണലിനെതിരെയുള്ള ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം സെർവിങ് ഉണ്ട് ആൾക്ക്. ആ ഒരു സ്റ്റാറ്റസിൽ കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. Showing good feet. 2 added minutes have been indicated. He scores! They have come roaring back. A truly wonderful strike, decorated with dip and curl. You know what was notable in that, Peter, was the fact that he didn't try to blast it. And that is fabulous. പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഉണ്ടാവും. ഇതുപോലെ ആൾ അത്യാവശ്യം മാറി നിന്ന് ബോക്സിലേക്ക് ഒന്ന് ബോൾ എടുത്ത് ഫിനിഷ് ചെയ്തോളൂ. ആ സെൻട്രൽ ഏരിയ കളിപ്പിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒപ്പോണന്റിനൊരു പേടി സ്വപ്നം ഒരിക്കും. കാരണം ഇങ്ങനത്തെ പാസൊക്കെ ആളുടെ ഭാഗത്തു നിന്ന് പോകും. ഒട്ടും വിചാരിക്കാത്ത ടൈപ്പ് പാസുകളായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ആളുടെ പാസിംഗ് ക്വാളിറ്റീസ് ഒക്കെ അടിപൊളി തന്നെയാണ്. പെട്ടെന്ന് ലിങ്ക് പ്ലേയിൽ എന്താണ് ഉൾപ്പെടാൻ പറ്റിയൊരു പ്ലെയർ കൂടിയാണ്. അതിനകത്ത് കളിപ്പിക്കാനാണെങ്കിൽ ഈ ഒരു പാസിലൊക്കെ ഉണ്ട് ആളുടെ ക്വാളിറ്റി. അപ്പം അത്രയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ആളുടെ ഷോട്ട് ആണെങ്കിലും ഫിസിക്കാലിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ്. ഫിനിഷിംഗ് ആണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റിയ എന്താ പറയുക, ഒരു കിടിലൻ കാർഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം.